സൂരജ് ടോം ഡയറക്റ്റ് ചെയ്ത വിശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. പെണ്ണിഷ്ടായിന്നാ പെണ്ണിഷ്ടായി പെണ്ണിനിഷ്ടായി ആണല്ലേ. നമ്മൾ ഇന്നലെ കാസർഗോഡ് പോയപ്പോ കണ്ട പെണ്ണില്ലേ, ആ പെണ്ണ് വേറെ പയ്യനെ ഇഷ്ടായി. നീ കെട്ടണേ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും. നമ്മൾ തമ്മിൽ സെറ്റ് ആവൂല കേട്ടോ. എന്റെ വൈബ് അതാണ് പോയിന്റ്. എന്റെ കരിയറിൽ ഇങ്ങനെ ഡിക്ലൈൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇനി ഇല്ല ഇങ്ങോട്ട്. നിനക്ക് ഈ സെക്കൻഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? സെക്കൻഡ് ആ രണ്ടാം കെട്ട് രണ്ടാം അടിപൊളി. പേര് സജിത, പോലീസിലാണ്. സൂപ്പർ അല്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഉണ്ടോന്ന്? കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണെന്നറിയോ? അടുത്ത കാലത്തെങ്ങാനും ഞങ്ങൾക്കൊരു കുഞ്ഞുകാല് കാണാൻ പറ്റുമോ? ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. ഇവിടെ കുറച്ച് മോട്ടിവേഷൻ കുറവുണ്ടാ. ഉയരട്ടെ ഉണരട്ടെ പറക്കട്ടെ എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ എല്ലാ തകരാറിലും ഇനി ആ വാക്ക് വേണ്ടി പോരും. മടുത്തെനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ശേഷം ഇപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു കുടുംബ ചിത്രമാണെന്ന് തോന്നുന്നു. ഒരു ഫീൽ ഗുഡ് പടം. പിന്നെ ഒത്തിരി നമുക്കറിയാവുന്ന തന്നെ ആക്ടേഴ്സ് എല്ലാം ഇതിന് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു സെക്കൻഡ് മാരേജ് ഒക്കെ ആലോചിക്കുന്നവരുടെ ഒരു കഥയാണെന്ന് തോന്നുന്നു. അതായത് കുറേ ഏജ് ആയതിനു ശേഷം വിവാഹം തിരക്കുകയും എന്നിട്ട് സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ഒരു ലേഡിയെ കല്യാണം കഴിക്കുകയും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ കുറേ ഏജായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് വിശേഷമൊന്നും ആയില്ലേ, കൊച്ചൊന്നും ആയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന രംഗങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന രംഗങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മധുസൂദനൻ ആനന്ദ്. മധുസൂദനൻ ആനന്ദ് തന്നെയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹം തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഏതെങ്കിലും സിനിമയിലുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ ജോണി ആൻ്റണി, ചിന്നു ചാന്ദിനി നായർ, പിന്നെ അൽത്താഫ് സലിമുണ്ട്. അറിയാലോ, അൽത്താഫ് സലീം ഇപ്പം മിക്ക സിനിമകളിലും ഉണ്ട്. പിന്നെ ബൈജു പിന്നെ മാല പാർവതി തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് ജൂലൈ 19-നാണ്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി നല്ലൊരു സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.